Mind machine, awaken deep, unlock the veil through shadows creep. What was hidden ഗൾഫ് യുദ്ധം മുറുകുകയാണ്. സദ്ദാം അമേരിക്കയെ തുരത്തുമെന്നും സൗദി പിടിക്കുമെന്നും സഖാവ് ഹസ്സനാർ ഉറക്കെ പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ സദ്ദാം ഭരിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ഹസ്സനാരുടെ പ്രവചനം ഫലിച്ചതുപോലെ സദ്ദാം സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലെ ഖഫ്ജി എന്ന പ്രദേശം പിടിച്ചതായി വാർത്ത വന്നു. വാർത്ത കേട്ട ഹസ്സനാർ ഹർഷപുളകിതനായി. സദ്ദാമിന്റെ പട്ടാളം റിയാദിലെത്തിയാൽ പട്ടാളത്തിന് ചെങ്കൊടിയേന്തിയ ഹസ്സനാരുടെ നേതൃത്വത്തിൽ കൊടുക്കാൻ പോകുന്ന സ്വീകരണ പരിപാടികളെക്കുറിച്ച് അദ്ദേഹം വാചാലനായി. എന്നാൽ ഹസ്സനാരുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. അമേരിക്കൻ സേന സദ്ദാമിന്റെ പട്ടാളത്തെ തുരത്തിയ വാർത്ത ഹസ്സനാരെ നിരാശനാക്കി. അതിനിടെ ചില മലയാളികളുടെ സാഹസികമായ രക്ഷപ്പെടലിനെക്കുറിച്ചും വാർത്തകൾ വന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനികളുടെ വാഹനങ്ങളുമായിട്ടാണ് അവർ രാജ്യം വിട്ടത്. വാഹനങ്ങൾ ജോർദാൻ ബോർഡറിൽ ഉപേക്ഷിച്ച് അമ്മാൻ വഴി അവർ നാട്ടിലെത്തി. ഇത് മറ്റു ചില മലയാളികൾക്കും പ്രോത്സാഹനമായി. സാഹസികരായ ഈ മലയാളികൾ എന്റെ കാരാഗൃഹവാസത്തിന് വഴിയൊരുക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല, ചാലക്കുടിക്കാരൻ കുഞ്ഞിപ്പാലും കൊല്ലംകാരൻ പങ്കജാക്ഷനും എന്നോടൊപ്പം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട കഥയാണ് ഇനി പറയാൻ പോകുന്നത്. രാത്രി 11 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു പിക്കപ്പ് വാനിൽ പോകുമ്പോൾ ഞങ്ങൾ പിടിക്കപ്പെട്ടു. സംശയകരമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പിടിക്കപ്പെടുന്നത്. ഒന്നാമതായി, ഞങ്ങളുടെ കമ്പനി ദമാമിലാണ് ഉള്ളത്. ഞങ്ങൾക്ക് റിയാദിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഒരു ലെറ്റർ ആവശ്യമാണ്. ലെറ്റർ ഞങ്ങളുടെ കൈവശമുണ്ട്. പക്ഷേ അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് 3 ദിവസമായി കഴിഞ്ഞു. രണ്ടാമതായി, വണ്ടിയുടെ ഇസ്തിമാരയുടെ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ പുതുക്കിയിട്ടില്ല. യുദ്ധസമയമാണ്. കമ്പനി വണ്ടി തട്ടിയെടുത്തുകൊണ്ട് നാടുവിടുന്ന മലയാളികളുടെ കേസുകൾ ദിവസേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഞങ്ങൾ മലയാളികളാണ്. കുഞ്ഞിപ്പാലുവിന്റെ മുഖത്തെ കള്ളഭാവവും അജാനുബാഹുവായ പങ്കന്റെ മുഖത്തെ പുച്ഛഭാവവും പോലീസിന്റെ സംശയത്തെ ബലപ്പെടുത്തി. പോലീസ് ഞങ്ങളെ കൈയോടെ പൊക്കി. നിസ്സാരനായ എന്നെ പോലീസ് മൈൻഡ് ചെയ്യുന്നേയില്ല. ചോദ്യങ്ങളെല്ലാം അവർ 2 പേരോടുമാണ്. സൗദിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനൊരു വിശേഷമുണ്ട്. ഇവിടുത്തെ പോലെയല്ല. ഇവിടെ കൊടും കുറ്റവാളികളെ മാത്രമേ വിലങ്ങ് അണിയിക്കാറുള്ളൂ. അവിടെ അങ്ങനെയല്ല. ഏതുതരം കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്താൽ വിലങ്ങണിയിക്കും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി എന്റെ കയ്യിൽ വിലങ്ങു വീണു. ഇനി ഞാൻ പറയാം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ കൈകളിൽ വിലങ്ങ് വീണു. എൻ്റെ 2 കൈകളിൽ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു കൈയിൽ, അതും വലത് കൈയിലാണ് വിലങ്ങ് വീണത്. എൻ്റെ വലത് കൈ ശ്രീമാൻ പങ്കജാക്ഷൻ്റെ ഇടത് കൈയുമായി വിലങ്ങിട്ട് ബന്ധിച്ചു. അതേപോലെ ശ്രീമാൻ കുഞ്ഞിപ്പാലുവിൻ്റെ ഇടത് കൈ പങ്കജാക്ഷൻ്റെ വലത് കൈയുമായി ബന്ധിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെയും കുഞ്ഞിപ്പാലുവിൻ്റെയും ഓരോ കൈകളും ഫ്രീയാണ്. ഞങ്ങൾക്ക് തല ചൊറിയാം, മൂക്ക് ചൊറിയാം. ഞങ്ങൾക്ക് ഈ ഒരു കൈ ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പങ്കജാക്ഷൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഈ മനുഷ്യൻ്റെ 2 കൈയും വിലങ്ങിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടൊന്ന് കൈപോക്കി മൂക്ക് ചൊറിയാനോ തല ചൊറിയാനോ ചെവി ചൊറിയാനോ യാതൊരു രീതിയിലും പറ്റാത്ത രീതിയിലാണ്. അത് ഞങ്ങളോട് ചോദിക്കണം. ഞങ്ങളുടെ കൈയും കൂടി ഞങ്ങൾ പൊക്കി കൊടുത്താലല്ലേ പുള്ളിയുടെ കൈയൊന്ന് പൊക്കാൻ പറ്റുള്ളൂ. പരമദയനീയ അവസ്ഥയിലായി ഈ പങ്കജാക്ഷൻ. ഈ ആചാനുബഹുവായ ഈ പങ്കജാക്ഷൻ, ഞങ്ങൾ കുറച്ച് ചെറുതായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പങ്കജാക്ഷനെ ഒരു പാഠം പഠിപ്പിക്കാൻ കിട്ടിയ അവസരമാണ്. ഞങ്ങളത് ഉപയോഗിച്ചു. അപ്പോൾ പങ്കജാക്ഷൻ ഈ കൈയൊന്ന് പൊക്കാൻ നേരത്ത് ഞങ്ങൾ താഴോട്ട് ബലം പിടിക്കും. അപ്പോൾ പങ്കജാക്ഷൻ പറയും, എടാ ഒന്ന് പൊക്കിത്തടാ, എനിക്ക് മൂക്കൊന്ന് ചൊറിയട്ടെ, എൻ്റെ തലയൊന്ന് ചൊറിയട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങളോട് അദ്ദേഹം താണു വീണ് അപേക്ഷിക്കാൻ തുടങ്ങി. അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത്രയും വലിയ അജാനുബഹുവായ ഈ പങ്കജാക്ഷൻ വെറും ശരീര വലിപ്പം കൊണ്ട് ചെറിയവരായ ഞങ്ങളോട് അപേക്ഷിക്കാൻ തുടങ്ങി, ഒന്ന് കൈ പൊക്കിത്താട, ആ കൈ ഒന്ന് പൊക്കിത്താട, ഞാൻ ഇവിടെ നിന്ന് ചൊറിയിട്ട്. ഞങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പിന്നീട് പങ്കജാക്ഷൻ്റെ അവസ്ഥ കണ്ട് പാവം തോന്നി. അങ്ങനെ ഞങ്ങളവിടെ പങ്കജാക്ഷനോട് ചെറിയൊരു പ്രതികാര മനോഭാവത്തോടു കൂടി ഇരുന്ന ഞങ്ങൾ കൂടുതൽ പങ്കജാക്ഷനെ കൂടുതൽ പിന്നെ സഹായിക്കാൻ തുടങ്ങി. എന്താ അവസ്ഥ അല്ലേ, ഓരോരോ മനുഷ്യൻ്റെ അവസ്ഥകളെ.
ചെറിയവരെങ്കിലും ഞങ്ങളുടെ വില മനസ്സിലാക്കിയ വലിയവനായ പങ്കജാക്ഷനോട് പിന്നീട് ഞങ്ങൾ ദയ കാണിച്ചു. രാത്രി 11:10 അറസ്റ്റു ചെയ്യപ്പെട്ട ഞങ്ങളെ മറ്റു പ്രതികളോടൊപ്പം ജയിലിൽ എത്തിച്ചപ്പോൾ വെളുപ്പിന് 4 മണി. ഞങ്ങളെക്കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കി ഞങ്ങളെ ഹാൻഡ് ഓവർ ചെയ്യാൻ വീണ്ടും സമയമെടുത്തു. കൊടും കുറ്റവാളികളെപ്പോലെ തന്നെയാണ് ഞങ്ങളെയും അവർ ട്രീറ്റ് ചെയ്തത്. ഫോട്ടോ എടുക്കൽ, വിരലടയാള ശേഖരണം, നമ്പരിടൽ തുടങ്ങിയ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ജയിലിലേക്ക് കൈമാറേണ്ടതുണ്ട്. അതിനായി എല്ലാവരെയും നിരത്തി നിർത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ ശ്രീമാൻ പങ്കജാക്ഷന് ചെറിയ ഒരു മൂത്രശങ്ക. പങ്കജാക്ഷൻ്റെ ചെവിയിൽ പറഞ്ഞു, ജോണിയെ മൂത്രമൊഴിക്കണം, എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു പോലീസുകാരനോട് കാര്യം പറയാം, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക, വില കിട്ടേക്കല്ലേ. പക്ഷെ എന്നാൽ ഈ പങ്കജാക്ഷനൊരു ധൈര്യക്കുറവുണ്ട്. പോലീസുകാരോട് എങ്ങനെയാണിത് പറയുക? പലരെയും വിളിച്ചു നോക്കി, അതിൽ പാസ് ചെയ്യുന്ന പല പോലീസുകാരെയും വിളിച്ചു നോക്കി, അവർ മൈൻഡ് ചെയ്യണില്ല, അവർ പോവുക. അവസാനം ഒരു പോലീസ് അയാൾ തിരിഞ്ഞു വന്നു. ആ കൊള്ളാം, മനുഷ്യത്വമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങൾ ആശ്വസിച്ചു. അയാൾ കുറച്ചടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തല നീട്ടി ചോദിച്ചിട്ട്, ലേഷ് ലേഷ്. പങ്കജാക്ഷൻ ഒരു ചെറിയ പരിങ്ങലോടെ, ഉള്ളിൽ ഒരു ആശങ്കയോടെ കാര്യം അവതരിപ്പിച്ചു. അനഫീറോ ടോയ്ലറ്റ് അർജൻറ്റ്, ഇങ്ങനെ പറ്റിയ പറഞ്ഞേ. ആ പോലീസുകാരൻ പെട്ടെന്ന് ഇങ്ങനെ നിവർന്നിട്ട് അങ്ങ് വലുതായിട്ട് ഒറ്റയടി പങ്കജാക്ഷൻ്റെ ചെകിട് നോക്കിയിട്ട് മാഫിക്കലം. അയാളെ അലറിയിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ അങ്ങ് നടന്നുപോയി. പങ്കജാക്ഷൻ നടുങ്ങി തീർച്ചുപോയി. ഞങ്ങളും നടുങ്ങി, അടി കണ്ടിട്ട് ഞങ്ങളും നടുങ്ങി. പക്ഷേ പെട്ടെന്ന് ഞങ്ങൾക്ക് ചിരി പൊട്ടിയതിൻ്റെ കാരണം വേറൊന്നുമില്ല. ആ സമയത്ത് പങ്കജാക്ഷൻ്റെ മുഖത്തുണ്ടായ ഭാവപ്രകടനങ്ങൾ, അത് ഭയങ്കരമായൊരു പ്രകടനമായിരുന്നു. ഒരു ഓസ്കർ കിട്ടിയ നടന് പോലും അവതരിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നവരസങ്ങൾ ഈ പങ്കജാക്ഷൻ്റെ മുഖത്തിൽ ഇങ്ങനെ മിന്നി മറിഞ്ഞത് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചിരി പൊട്ടി. പക്ഷേ ചിരിക്കാൻ പറ്റും. ചിരി ഞങ്ങൾ കടിച്ചമർത്തി, കുറേ നേരം ചിരി കടിച്ചമർത്തി. എന്നാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് ഉള്ളിൽ പൊട്ടി വന്ന ചിരി. പക്ഷെ ആ ചിരിക്കാൻ പറ്റിയൊരു സന്ദർഭമല്ലേ, പക്ഷെ ആ സന്ദർഭത്തിൽ പോലും ഞങ്ങൾ ചിരിച്ചുപോയി. എന്താ അവസ്ഥ അല്ലേ, ഓരോരോ മനുഷ്യൻ്റെ അവസ്ഥകളെ. അല്പം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്ന് ഞങ്ങളുടെ വിലങ്ങുകൾ അഴിച്ചുമാറ്റി. പങ്കജാക്ഷനെയും കുഞ്ഞിപ്പാലുവിനെയും അവർ എങ്ങോട്ടോ കൊണ്ടുപോയി. എന്നെ മറ്റൊരു സെല്ലിലേക്കും കൊണ്ടുപോയി. പരമാവധി 5-6 പേർക്ക് മാത്രം ഇരിക്കാനാവുന്ന ഒരു സെൽ ആയിരുന്നു അത്. എന്നാൽ അതിലാവട്ടെ ഏതാണ്ട് 20ഓളം ആളുകൾ ഞെരുങ്ങിക്കൂടി ഇരിക്കുകയാണ്. ആകെ കൂടി ഒരേയൊരു ടോയ്ലറ്റ്. നാറിയിട്ട് അതിലേക്ക് കയറാനാവുന്നില്ല. എന്തു ചെയ്യും? വ്യാഴാഴ്ച രാത്രിയാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച പകൽ ആയിരിക്കുന്നു. ഇന്ന് ദമാമിലെ ഞങ്ങളുടെ ഓഫീസ് അവധിയാണ്. ദമാമിൽ നിന്നും ഞങ്ങളുടെ സ്പോൺസറുടെ ആൾ റിയാദിൽ വന്ന് ജയിലിൽ നിന്നും ഞങ്ങളെ ഇറക്കണമെങ്കിൽ ശനിയാഴ്ച ഉച്ചവരെയെങ്കിലും കാത്തിരിക്കേണ്ടതുണ്ട്. അതുവരെയും ടോയ്ലറ്റിൽ പോകുന്നത് ഒഴിവാക്കണം. വഴിയുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കുക. മാത്രമല്ല ഈ സമയം ഒരു ഫാസ്റ്റിംഗ് പീരിയഡ് ആയി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. മനസ്സിനും ശരീരത്തിനും അത് ഗുണം ചെയ്യും. പക്ഷേ അതുവരെയും സമയം എങ്ങനെ ചിലവഴിക്കും? വായിക്കാനായി ഒരു പേപ്പർ പോലും ലഭ്യമല്ല. അതിനും വഴിയുണ്ടായി. സെല്ലിനുള്ളിൽ ഭൂരിപക്ഷവും മലയാളികളാണ്. അവരുടെ വിശേഷങ്ങൾ തിരക്കിയാൽ തന്നെ നേരം പോയിക്കിട്ടും. അല്പം കഴിഞ്ഞപ്പോൾ സെല്ലിന്റെ അഴികൾക്കടിയിലൂടെ കുഴിമന്തി എന്ന് വിളിക്കാവുന്ന സൗദിയിലെ കഫ്സ എന്ന രുചികരമായ ഭക്ഷണം സെല്ലിലേക്ക് നിരങ്ങിയെത്തി. വൃത്താകൃതിയിലുള്ള 4-5 തളികകളിൽ സ്വാദിഷ്ടമായ ഭക്ഷണം. ഓരോ തളികയിലും 5-6 പേർക്കു സുഭിക്ഷമായി കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. ഓരോന്നിലും ഓരോ ഫോൾ കോഴി പൊരിച്ചതുമുണ്ട്. എന്നിട്ടും അവർ പട്ടികൾ പിടിവലി കൂടുന്നതുപോലെ ഭക്ഷണം പിടിച്ചു പറിച്ചു വാരി വലിച്ചു കഴിച്ചു. സൗദി ജയിലിലെ ഭക്ഷണത്തിന് കുറ്റമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നല്ല ഒന്നാന്തരം ഭക്ഷണമാണ്. പക്ഷെ അത് കഴിക്കുന്ന
മര്യാദയ്ക്ക് കഴിക്കുകയാണെങ്കിൽ കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു. ഇത് അവരുടെ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടപ്പോൾ വല്ലാത്തൊരു അറപ്പ് തോന്നി. ഞാൻ ഒരു മൂലയിൽ മാറിയിരിക്കുകയാണ്. പക്ഷെ വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളി സുഹൃത്തുക്കളൊക്കെ കുറച്ച് ശാന്തരായി. അവർ എങ്ങനെയോ അവർക്ക് മനസ്സിലായി ഞാൻ ശനിയാഴ്ച ഇറങ്ങാൻ പോകുന്ന ഒരാളാണെന്ന്, ഞാൻ മലയാളിയാണെന്നും ഞാൻ ശനിയാഴ്ച ഇറങ്ങുമെന്നും അവർക്ക് മനസ്സിലായി. ഓരോരുത്തരായി എന്നെ ചുറ്റും വട്ടം കൂടി തുടങ്ങി. അവർക്ക് എന്നെക്കൊണ്ട് പല ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ പലരും നിസ്സാരമായ കുറ്റങ്ങൾക്ക് അവിചാരിതമായി പിടിക്കപ്പെട്ടവരാണ്. അവർ ജയിലിലുണ്ടെന്ന വിവരം സുഹൃത്തുക്കൾക്കും ബന്ധുക്കളെയും അറിയിക്കേണ്ടതുണ്ട്. കത്തുകളും ഫോൺ നമ്പറുകളുമായിട്ട് അവർ എനിക്ക് ചുറ്റും വട്ടം കൂടി. അവരിൽ പക്ഷേ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തവരും ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷി കോഴിക്കോട്ടുകാരനൊരു ഷാഹുൽ ഹമീദാണ്. ഇത് 3-ാം തവണയാണ് അദ്ദേഹത്തെ പിടിക്കുന്നത്. കുറ്റം ചാരായമാറ്റം. ഇതേ കുറ്റത്തിനാണ് മുൻപ് പിടിക്കപ്പെട്ടത്. ആദ്യം 1 വർഷത്തോളം നല്ല രീതിയിൽ ചാരായ ബിസിനസ് നടത്തി, നല്ല രീതിയിൽ കാശുണ്ടാക്കി, നാട്ടിലേക്ക് പൈസയൊക്കെ നല്ല രീതിയിൽ അയച്ചു കൊടുത്തു. പക്ഷേ ഏതാണ്ട് 1 വർഷമായപ്പോൾ പിടിക്കപ്പെട്ടാൽ അവിടുത്തെ ശിക്ഷ 30 അടി കൊടുത്ത് കയറ്റി വിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പക്ഷേ ഷാഹുൽ ഹമീദിന് അടിയില്ല. അയാൾ അടി മേടിച്ച് നാട്ടിൽ ചെന്നു. പിന്നെ മറ്റൊരു പാസ്പോർട്ടിൽ വീണ്ടും കയറി വന്നു. ഏതാണ്ട് 6 മാസത്തോളം ചാരായ ബിസിനസ് വീണ്ടും ചെയ്തു, കാശുണ്ടാക്കി, വീണ്ടും പിടിക്കപ്പെട്ടു. 30 അടി കൊടുത്ത് വീണ്ടും കയറ്റി വിട്ടു. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഓരോ മലയാളിയുടെയും കൈവശം 2-3 പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നൊരു കാലമാണ്. ഷാഹുൽ ഹമീദിന് അതേ സ്ഥലത്ത് വീണ്ടും വരാൻ അത് തടസ്സമൊന്നുമില്ല. കാരണം പാസ്പോർട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട് കയ്യിൽ. വീണ്ടും വന്നു, വീണ്ടും അതേ ബിസിനസ്. അങ്ങനെ 6 മാസത്തോളം കാശുണ്ടാക്കി. ഇപ്പോൾ ആവശ്യത്തിന് പുള്ളിക്ക് കാശായി കഴിഞ്ഞെന്നാണ് പറയണത്. ഷീനിപ്പോയാൽ തിരിച്ചു വരാൻ ഉദ്ദേശമില്ലത്രേ. നാട്ടിലെന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്നാണ് തീരുമാനം. അപ്പോൾ അതിനായി ഇനിയിപ്പോൾ ഒരു 30 അടി കൂടി മേടിക്കേണ്ടതുണ്ട്. അത് മേടിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പോകാം. ടിക്കറ്റിൻ്റെ കാശൊക്കെ സുഹൃത്തുക്കൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അടി മേടിച്ചു കഴിഞ്ഞ് പോകാൻ സമയമാകുമ്പോൾ അവർ ടിക്കറ്റുമായി വരും. ഇതുപോലെ ഷാഹുൽ ഹമീദിനെ പോലെ വേറെയും പല ആൾക്കാരുമുണ്ട് ജയിലിൽ. അവർക്കും ഒരുപാട് കഥകളുണ്ട്. ജയിലിനുള്ളിൽ നിന്നും കേട്ട കഥകൾ നിരവധിയാണ്. സമയം പോയത് അറിഞ്ഞതേയില്ല. അവസാനം എൻ്റെ നാഴിക വന്നെത്തി. ശനിയാഴ്ചയോടെ ഞാൻ മോചിതനായി. ഒറ്റ ദിവസം കൊണ്ട് ജയിൽ മുറിയിൽ എനിക്ക് അനേകം സുഹൃത്തുക്കളുണ്ടായി. യാതൊരു മുൻപരിചയമില്ലാത്ത അവരും ഞാനും തമ്മിൽ വളരെ പെട്ടെന്ന് ഒരു വൈകാരിക ബന്ധം രൂപപ്പെട്ടു. ജയിലിനുള്ളിലുള്ള സ്ഥിതി അങ്ങനെയാണ്. അവരുടെ കത്തുകളും കുറിപ്പുകളും ബന്ധുജനങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറുകളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവർ പ്രതീക്ഷയോടെ ഫലമേൽപ്പിച്ച ഈ കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തു തീർക്കണമെന്നുള്ള തീരുമാനത്തോടെ ജയിലിന് പുറത്ത് 1 മണിക്കൂറോളം ഞാൻ കാത്തു നിന്നപ്പോൾ കുഞ്ഞിപ്പാലുവും പങ്കജാക്ഷനും ജയിൽ മോചിതരായി പുറത്തേക്ക് ഇറങ്ങിയെത്തി. പങ്കജാക്ഷൻ്റെ മുഖത്ത് എന്നോടും കുഞ്ഞിപ്പാലുവിനോടുമുള്ള ഗൗരവതരമായ ഒരു നീരസം പ്രകടമായിരുന്നു. ആ നീരസം പങ്കജാക്ഷൻ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞു, എന്നെ പോലീസ് തല്ലിയപ്പോൾ നീയൊക്കെ ചിരിച്ച് തിമിർക്കുന്നത് ഞാൻ കണ്ടു. ഒട്ടും ശരിയായില്ല, തീരെ ശരിയായില്ല. പുള്ളി വളരെ ഗൗരവത്തിൽ തന്നെയാണ് പറയണത്. അപ്പോൾ ഞാനും കുഞ്ഞിപ്പാലും മുഖത്തോട് മുഖമൊന്ന് നോക്കി. ഞങ്ങൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. കുറേ നേരം നിന്ന് ചിരിച്ചു, ഇരുന്ന് ചിരിച്ചു. ഓരോരോ അവസ്ഥകളെ, മനുഷ്യൻ്റെ ഓരോരോ അവസ്ഥകളെ. Thank you for watching. Stay tuned for the next episode.
Goodbye.